പെരുന്നാളിനെക്കുറിച്ചോ? അതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തെ പെരുന്നാൾ എന്ത് രസമായിരുന്നു. കുടുംബക്കാരെല്ലാവരും തറവാട്ടിൽ ഒത്തുകൂടുന്നു, മൈലാഞ്ചി ഇടുന്നു. അതോടൊപ്പം ഞങ്ങൾ കുട്ടികളെല്ലാവരും ചേർന്ന് പുലരുവോളം പാട്ടുകൾ പാടുന്നു. പാട്ടുകൾ കഴിയുമ്പോഴേക്കും ബാങ്ക് വിളീൻ്റെ സമയമായിട്ടുണ്ടാവും. അപ്പോഴേക്ക് എല്ലാവരും കുളിച്ച് റെഡിയായി പള്ളിയിലേക്ക് യാത്ര. നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും നമ്മുടെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ഫുഡ് റെഡിയായിട്ടുണ്ടാവും. നല്ല നെയ്പ്പത്തലും ചിക്കൻ കറിയും. ഒന്നും പറയണ്ട, അതിപ്പോഴും ഉണ്ട് എൻ്റെ നാവിൽ. വയറ് നിറച്ച് കഴിച്ചതിന് ശേഷം പിന്നെ ഉപ്പയുടെ വീട്ടിലേക്ക് പോകും. ഞാനും ഏട്ടനും പെങ്ങളും. ഉപ്പയുടെ വീട്ടിൽ നിന്ന് സക്കാത്ത് കിട്ടും. ആ സക്കാത്തും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരും. സക്കാത്ത് ഉമ്മയുടെ കയ്യിൽ കൊടുക്കും. അതിനുശേഷം ആ ബിരിയാണിയുടെ മണം, ഉമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ സ്പെഷ്യൽ ബിരിയാണി. പ്രത്യേകിച്ച് കണ്ണൂർ സിറ്റിയുടെ ബിരിയാണി എന്ന് പറഞ്ഞാൽ അതൊരു ബിരിയാണിയാണ്. ഇപ്പോഴും എൻ്റെ നാവിൽ ആ രുചി കിടക്കുകയാണ്. ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ സുഹൃത്തുക്കൾ അതോടൊപ്പം ബന്ധുക്കളും ഒക്കെ വീട്ടിലേക്ക് വരികയും എല്ലാവരുമായിട്ട് കുശലം പറയുകയും പാട്ടുപാടലും ഒക്കെയായിട്ട് പെരുന്നാൾ ദിവസം ഫുൾ ബിസിയാണ്. പെരുന്നാളിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഏറെ പ്രിയപ്പെട്ടത് നമ്മുടെ കുട്ടിക്കാലത്തെ പെരുന്നാൾ തന്നെയാണ്. ഒരു വട്ടം കൂടി നാട്ടിൽ ഒന്ന് പറന്നെത്താൻ കൊതി, ബീവിയും മക്കളൊന്നിച്ച് പെരുന്നാൾ കൂടുവാൻ കൊതി.